ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളിവടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ അതിലേക്ക് എന്ത് ഐറ്റംസാണ് വേണ്ടതെന്ന് നോക്കാം. ശരി, അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. ഉള്ളിവടയ്ക്ക് ഇത്ര ഉള്ളി, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, അരിപ്പൊടി, മൈദപ്പൊടി. ഓക്കെ, മൈദപ്പൊടി 1 ഗ്ലാസ്, അരിപ്പൊടി 2-3-4 സ്പൂണുണ്ട്. കാരണം അത്രേ വേണ്ടൂ, കുറച്ചേ വേണ്ടൂ. അപ്പം ശരി, നമുക്ക് ഇത് ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. മൈദപ്പൊടി 1 ഗ്ലാസ്, 4 സ്പൂണ് അരിപ്പൊടി, പിന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, മല്ലിയില കേട്ടോ, എല്ലാം കൂടി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പിടാം. പിന്നെ പാകത്തിന് വെള്ളം ഒഴിക്കണം. നമുക്കിത് കൂട്ടിയെടുക്കാം. വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഒഴിക്കാവൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബോളയിൽ വെള്ളമൊക്കെ ഇറങ്ങും. അപ്പം നന്നായിട്ടിത് കണ്ടോ, ഇപ്പം തന്നെ നന്നായിട്ട് തിരുമ്പി വെച്ചിട്ട് ഒരു ലേശം വെള്ളം ഒഴിക്കണ്ടു. ഈ പരുവത്തിൽ കുഴച്ചാൽ മതി. ഈ പരുവത്തിൽ കുഴച്ചിട്ട് ഉണ്ടയാക്കി ഇടാൻ പറ്റും. നന്നായിട്ട് 1 മണിക്കൂർ വയ്ക്കണം. വേണമെങ്കിൽ ഒരു പൊടിക്ക് സോഡാപ്പൊടി ഇടാം. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഇത്, പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടി ഇടാം. കാരണം ഇതൊരു 1 മണിക്കൂർ ഇരിക്കണം. 1 മണിക്കൂർ ഇരിക്കുമ്പോൾ ശരിയായിക്കോളും. നന്നായിട്ട് ഉരുട്ടി ഇടാനുള്ള പരിവാവും വെളിച്ചെണ്ണയിൽ. ഇപ്പോൾ 1 മണിക്കൂർ വെക്കണം കുഴച്ചിട്ട്. ഈ പരുവം കണ്ടോ, ഈ പരുവത്തിൽ കുഴച്ചാൽ മതി. ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടയാക്കണേ ഞാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഒന്ന് പതുക്കനെ തീ ചെറുതാക്കി വെക്കണം. കാരണം എന്താണെന്നറിയോ,
അല്ലെങ്കിൽ ഇതിൻ്റെ പുറം റെഡി ആവുകയും ചെയ്യും, ഉള്ളൊന്നും റെഡി ആവത്തില്ല. ഓക്കെ, അപ്പം നന്നായിട്ട് മൊരിഞ്ഞെടുക്കണം. വലിയ ഷേപ്പൊന്നും ആയിട്ടില്ല, അതിപ്പോൾ കടയിലും കിട്ടാറില്ല ഷേപ്പിലൊന്നും. ഉള്ളിവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി അങ്ങും ഇങ്ങൊക്കെ ഇങ്ങനെ മുളച്ച് നിൽക്കും ഉള്ളിയുടെ. അപ്പോൾ നന്നായിട്ട് മൊരിയട്ടെ. അപ്പോൾ ഇത് കളറായും കൊണ്ടിരിക്കണം ഫ്രണ്ട്സ്. ഉണ്ടോ, കളറായി വരുന്നുണ്ട് കേട്ടോ. ഇത് ബ്രൗൺ കളറാവണം, ഉള്ളിയല്ലേ. നന്നായിട്ട് കളറായതിന് ശേഷം എടുക്കണം, എന്നാലേ നല്ല ഇതുണ്ടാവുള്ളൂ, ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, മൊരിഞ്ഞ് കിട്ടണം അതിന്. ഉള്ളിവട റെഡിയായി. ഇങ്ങനെയാണ് ഞങ്ങൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കണേ. നല്ല ക്രിസ്പി ആവുകയും ചെയ്യും, അരിപ്പൊടിയുള്ള കാരണത്താൽ നല്ല തിന്നാൻ നല്ല രസമുണ്ടാവും. തന്നെയല്ല നല്ല മൊരിഞ്ഞിരിക്കും. മൈദ മാത്രമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ അതേമാതിരി ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. ഇതിപ്പോൾ ഈ രാത്രി പിടിക്കണത് എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് പോയി വന്നിട്ടാണ് പിടിക്കണത്. അതുകൊണ്ടാണ് വലിയ പകലൊന്നും എനിക്ക് പിടിക്കാൻ പറ്റണില്ല. ഞായറാഴ്ചയും ഒഴിവുണ്ടായില്ല, ജോലിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനുള്ള നേരം വീഡിയോ ഇടുകയാണ്. അതൊക്കെ പരിഗണിച്ച് നിങ്ങളെനിക്ക് ലൈക്ക് തരണേ. അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും നമ്മൾ വേവിച്ച് കണ്ടില്ലേ, നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്നുണ്ട്. ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ എന്തിനാണ് മൈദ ഇടുമ്പോൾ പിന്നെ വീണ്ടും അരിപ്പൊടി ഇടണേന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഉള്ളിവട വലിച്ച് നീളം വെക്കണ സൈസല്ലേ ഈ മൈദയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല മൊരിഞ്ഞ് കിട്ടും. നല്ല കടിക്കുമ്പോൾ നല്ല കുറച്ച് കേട്ടോ, ഒരുപാടല്ല, കുറച്ചൊരു ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ പെട്ടെന്നൊക്കെ നമ്മൾ 4 മണി ചായക്കൊരു കടി, അത്രയേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 1 മണിക്കൂർ വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ പൊടി ഇടുന്ന നന്നായിട്ടൊന്ന് മയായി കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇടുന്നതാണ്, നിർബന്ധമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ കാരണം വലിയ ഷേപ്പൊന്നും നോക്കണില്ല. ഉള്ളിവടയ്ക്ക് പൊതുവേ ഇത്തിരി ഷേപ്പൊക്കെ ഇത്തിരി കുറയും. പരിപ്പ് വടയുടെ ഉഴുന്നുവടയുടെയും മോരൊന്നും ഷേപ്പാവില്ല, ഉള്ളി അധികം ഇടണ കാരണം. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുമാതിരി കാണണം, എൻ്റെ എല്ലാ വീഡിയോയും കാണണം കേട്ടോ.